ഓക്കെ, ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്രോബ്ലം സോൾവിങ് യൂസിങ് സ്ട്രക്ചേഴ്സ്. അതിനകത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സെഷൻ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് പാസിംഗ് സ്ട്രക്ചേഴ്സ് ടു എ ഫംഗ്ഷൻ. പാസിംഗ് സ്ട്രക്ചർ വേരിയബിൾ ടു എ ഫംഗ്ഷൻ. ഒരു സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെ ഒരു ഫംഗ്ഷനകത്ത് പാസ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പറയുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സാമ്പിളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us first of all describe the problem first. Write a C program to read two input representing x coordinate and y coordinate value of y coordinate value of a point in a Euclidean plane and store these in a structure variable. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട്, നമ്മളൊരു പ്ലെയിനകത്ത് രണ്ട് പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് ഈസ് P1, ദിസ് ഈസ് P2. ഈ P1ൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് us assume that it is x1 y1. P2ൻ്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് x2 y2. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ പറയുന്നത് എന്താണ്? ഈ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും രണ്ട് പോയിന്റ്സ്, ഒരു യൂക്ലിഡിയൻ പ്ലെയിനിലുള്ള രണ്ട് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും റീഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? റീഡ് ചെയ്തിട്ട് അതൊരു സ്ട്രക്ചർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ സ്റ്റോർ ദ വാല്യൂ, ഗ്രൂപ്പ് ദ വാല്യൂ ഓഫ് എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഇൻ എ സ്ട്രക്ചർ വേരിയബിൾ. സേ ആ സ്ട്രക്ചറിൻ്റെ പേര് ഡാറ്റ ടൈപ്പിനെ പോയിന്റ് എന്ന് കൊടുക്കാം. അതിനകത്തോട്ട് സ്റ്റോർ ചെയ്യണം. ആ പോയിന്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിനകത്തുള്ള രണ്ട് ഫീൽഡുകളാണ് എക്സ് കോർഡിനേറ്റ് വാല്യൂ ആസ് വെൽ ആസ് വൈ കോർഡിനേറ്റ് വാല്യൂ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? റൈറ്റ് എ സി ഫംഗ്ഷൻ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ദാറ്റ് അക്സെപ്റ്റ് ടു പോയിന്റ്സ് ഇൻ എ യൂക്ലിഡിയൻ പ്ലെയിൻ. അപ്പോൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ എഴുതണം. ഈ ഫംഗ്ഷന്റെ ഇൻപുട്ട് എന്താണ്? ദ ഇൻപുട്ട് ടു ദിസ് ഫംഗ്ഷൻ ഈസ് ടു പോയിന്റ്സ് P1 ആൻഡ് P2 ആർ ആർഗ്യുമെന്റ്സ് ടു ദിസ് ഫംഗ്ഷൻ. ഈ രണ്ട് പോയിന്റ്സും എന്താണ്? നമ്മളൊരു സ്ട്രക്ചർ വേരിയബിൾ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. P1 ആൻഡ് P2 ആർ സ്ട്രക്ചർ വേരിയബിൾ ഓഫ് ടൈപ്പ് പോയിന്റ്. ഈ പോയിന്റിനകത്ത് രണ്ട് വാല്യൂസ് ആണ്, രണ്ട് ഡാറ്റ മെമ്പേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എക്സ് ആൻഡ് വൈ. അപ്പോൾ ഈ രണ്ട് പോയിന്റിന് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റും, ഫസ്റ്റ് പോയിന്റ് എക്സ് കോർഡിനേറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ P1 ഡോട്ട് എക്സ്, ഫസ്റ്റ് പോയിന്റ് വൈ കോർഡിനേറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ P1 ഡോട്ട് വൈ. സിമിലർലി സെക്കൻഡ് പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ P2 ഡോട്ട് എക്സ്, സെക്കൻഡ് പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ P2 ഡോട്ട് വൈ. ഈ വാല്യൂസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എന്ത് ചെയ്യണം? ഇതിൻ്റെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square. That is the formula to find out the Euclidean distance between two points in a Euclidean plane. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതാനാണ് പറയുന്നത്. So let us try to code this problem by using online GDB compiler. ഇതിനകത്ത് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു സ്റ്റോർ, ആദ്യം ഒരു എക്സ് കോർഡിനേറ്റ് വാല്യൂവും വൈ കോർഡിനേറ്റ് വാല്യൂവും കീബോർഡിൽ കൂടെ റീഡ് ചെയ്ത് അതൊരു സ്ട്രക്ചർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. ഞാൻ ആ സ്ട്രക്ചർ വേരിയബിളിന് ഒരു പേര് കൊടുക്കുന്നു, പോയിന്റ് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു. സോ ലെറ്റ് us കം ടു ദ GDB കമ്പൈലർ ആൻഡ് let us try to work out this entire problem on a GDB compiler. So just removing all these things and then ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് യു ഹാവ് ടു ഡിക്ലെയർ എ സ്ട്രക്ചർ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ആണ് സ്ട്രക്ട്. സോ സ്ട്രക്ട്. ആ സ്ട്രക്ചറിന് ഒരു പേര് കൊടുത്തു, പോയിന്റ് എന്ന് കൊടുത്തു. പോയിന്റ് ഹാസ് ടു ഫീൽഡ്, രണ്ട് ഡാറ്റ മെമ്പേഴ്സ് ഉള്ള സ്ട്രക്ചറാണ്. ഒന്ന് എക്സ് കോർഡിനേറ്റ് സ്റ്റോർ ചെയ്യാൻ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ്. രണ്ടാമത്തത് വൈ കോർഡിനേറ്റ് സ്റ്റോർ ചെയ്യാൻ അതിൻ്റെ ഡാറ്റ ടൈപ്പും ഇൻറ്റിജർ ആണ്.
and at the end, so this is the declaration of a structure point. ഇനി എന്താണ് നമ്മളുടെ ഇതിനകത്ത് പറയുന്നത്? റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് ടു ഇൻപുട്ട് റെപ്രസെൻറ്റിംഗ് എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് വാല്യൂ ഓഫ് എ പോയിന്റ് ഇൻ എ യൂക്ലിഡിയൻ പ്ലെയിൻ. അപ്പോൾ ഒരു യൂക്ലിഡിയൻ പ്ലെയിനിലെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും റീഡ് ചെയ്ത് അതൊരു സ്ട്രക്ചർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം എഴുതണമെന്നാണ് പറയുന്നത്. സോ ഞാൻ ആദ്യമേ അതിനുവേണ്ടി ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു. ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദ മെയിൻ ഫംഗ്ഷൻ. അതിനകത്ത് ഐ എം ഡിക്ലെയറിംഗ് 1 പോയിന്റ് സ്ട്രക്ട് പോയിന്റ് P1, P2. So P1 and P2 are variables of struct point. ഇത് ഉപയോഗിച്ച് നമ്മൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് ടു റീഡ് ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് വാല്യൂസ് ഓഫ് പോയിന്റ് P1 ആസ് വെൽ ആസ് പോയിന്റ് P2. അതെങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ആദ്യമേ printf ഒരു മെസ്സേജ് കൊടുക്കുന്നു. എൻ്റർ ദി കോർഡിനേറ്റ് വാല്യൂ ഓഫ് ദ ഫസ്റ്റ് പോയിന്റ്. I'm just giving you a message. Enter the coordinate value of the first point. ഇതിങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നു. printf enter x coordinate. ഫസ്റ്റ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എൻ്റർ ചെയ്യാനായിട്ടൊരു മെസ്സേജ് കൊടുക്കുന്നു. എൻ്റർ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എങ്ങനെ റീഡ് ചെയ്യും? സ്കാൻഎഫ്. വി യൂസ് റീഡ് ചെയ്യാൻ സ്കാൻഎഫ് %d ബിക്കോസ് എക്സ് കോർഡിനേറ്റ് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടാണ് ആ പോയിന്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ റാപ്പ് ചെയ്തിരിക്കുന്നത്. സോ സ്കാൻഎഫ് %d, ആംപർസെൻറ്റ്. എങ്ങനെ? ഫസ്റ്റ് സ്ട്രക്ചർ വേരിയബിൾ P1-നകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ദ ഫസ്റ്റ് പോയിന്റ് സ്റ്റോർ ചെയ്യുന്നു. സോ ആംപർസെൻറ്റ് P1.x. ഡോട്ട് ഓപ്പറേറ്റർ ഈസ് കോൾഡ് ആസ് മെമ്പർ ആക്സസ് ഓപ്പറേറ്റർ ടു ആക്സസ് ഇൻഡിവിജ്വൽ ഡാറ്റ മെമ്പർ ഇൻ എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിലെ ഇൻഡിവിജ്വൽ ഡാറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേറ്ററിനെയാണ് ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്കാൻഎഫ് %d ആംപർസെൻറ്റ് P1.x read the value of x coordinate corresponding to the first point in a Euclidean plane. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? you have to read the y coordinate of the first point in the Euclidean plane. അതിന് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നു. printf /n/n enter the y coordinate. Enter the y coordinates. Enter the y coordinates. ഞാൻ എന്ത് ചെയ്യുന്നു? scanf just %d, ampersand P1.y. രണ്ടാമത്തെ ഡാറ്റ മെമ്പർ എന്താണ്? സ്ട്രക്ചറിലെ y എന്നാണ്. P1.y ഫസ്റ്റ് സ്ട്രക്ചർ വേരിയബിളിലെ y കോർഡിനേറ്റിനകത്തോട്ട് രണ്ടാമത്തെ ഫസ്റ്റ് പോയിന്റിന്റെ y കോർഡിനേറ്റ് വാല്യൂ റീഡ് ചെയ്യുന്നു. ഇനി വേണ്ടത് എന്താണ്? Now I am going back to store this in a structure variable. അപ്പോൾ ഇത് ഒരു പോയിന്റിനെയാണ് റീഡ് ചെയ്തത്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ we have to read the values of x coordinate and y coordinate of 2 points. So let us try to write the second, enter the details of the second point. So printf, so just write /n/n enter the coordinate value of the second point in the x coordinateum y coordinateum read ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നു. That is the first printf statement. So let us write printf enter the x coordinate. So just I am putting enter the x coordinate. X coordinate value enter ചെയ്യാനായിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്നു. Again using scanf
that is percentage d comma ampersand. രണ്ടാമത്തെ പോയിന്റ് ആകുമ്പോൾ it is a second structure variable p2 dot x. Enter the value of printf, enter the value of y coordinate. Y coordinate slash n, reading the value of the y coordinate, scanf percentage d comma ampersand p2 dot y. അപ്പോൾ രണ്ട് പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും റീഡ് ചെയ്തു. ഇനി എന്താണ് ഈ പ്രോബ്ലത്തിൽ പറയുന്നത്? റൈറ്റ് എ സി ഫംഗ്ഷൻ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ദാറ്റ് അക്സെപ്റ്റ് 2 പോയിന്റ്സ് ഇൻ എ യൂക്ലിഡിയൻ പ്ലെയിൻ ആൻഡ് റിട്ടേൺ ദ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദോസ് 2 പോയിന്റ്സ്. രണ്ട് പോയിന്റ്സിന്റെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് റിട്ടേൺ ചെയ്യണം. ഇറ്റ് ഈസ് ഫാസ്റ്റ്. So let us go back to Euclidean distance. So I am just writing the declaration for the function Euclidean distance. അത് റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ദ റിട്ടേൺ ടൈപ്പ് ഈസ് ഫ്ലോട്ട്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്നാണ് ഫംഗ്ഷന്റെ പേര്. അതിനകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. രണ്ട് പാരാമീറ്റേഴ്സിൻ്റെയും ഡാറ്റ ടൈപ്പ് എന്താണ്? സ്ട്രക്ചർ ആണ്. സോ യു ഹാവ് ടു ഡിക്ലെയർ സ്ട്രക്ട് പോയിന്റ് p1 comma struct point p2. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിന്റെ വാല്യൂസ് ആണ് ഈ സ്ട്രക്ചറിലോട്ട് നമ്മൾ ചേർക്കുന്നത്. സോ ദീസ് ആർ ദ ടു തിങ്സ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ ആണ് ഞാൻ എഴുതിയത്. Now I am going to write down the definition of the function of this particular function. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഐ എം കാൽക്കുലേറ്റിംഗ് ദ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. സോ ലെറ്റ് us put it as float d1. ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് d1 is equal to p1. ഇതിനകത്ത് മനസ്സിലാക്കുക, ഈ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് രണ്ട് സ്ട്രക്ചർ വേരിയബിൾ പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത്, p1ഉം p2. p1ഉം p2ൻ്റെയും ടൈപ്പ് എന്താണ്? സ്ട്രക്ട് പോയിന്റ്. അപ്പോൾ അതുപോലെ ഇൻഡിജർ p1 എന്ന് എഴുതുന്നതിന് പകരം സ്ട്രക്ട് പോയിന്റ് p1 എന്ന് എഴുതുന്നു. രണ്ടാമത്തെ അഗെയിൻ സ്ട്രക്ട് പോയിന്റ് p2 എന്ന് എഴുതുന്നു. സോ അതാണ് this is the formal parameter for this particular function. So next I am going to write down the Euclidean distance SQRT. SQRT is a library function that calculates the square root of this. So and the value എന്താണ്? p2 dot x minus p1 dot x is the difference between the x coordinate of these 2 points minus ഇതിൻ്റെ സ്ക്വയർ ആണ് പറയുന്നത്. x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ പവർ എന്ന് പറഞ്ഞ POW എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതുന്നു. പവർ ഫംഗ്ഷനകത്ത് p2 ഡോട്ട് എക്സ് മൈനസ് p1 ഡോട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് പവർ ഫംഗ്ഷൻ ചെയ്യുന്നത്. പവർ ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു വൈ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ p2 ഡോട്ട് എക്സ് മൈനസ് p1 ഡോട്ട് എക്സ് ദ കോമ 2 POW ഓഫ് p2 ഡോട്ട് എക്സ് കോമ p1 ഡോട്ട് എക്സ് കോമ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. പ്ലസ് y2 മൈനസ് y1 ദാറ്റ് ഈസ് പവർ ഓഫ് POW എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് എ ലൈബ്രറി ഫംഗ്ഷൻ. p2 ഡോട്ട് y മൈനസ് p1 ഡോട്ട് y കോമ 2. ദാറ്റ് മീൻസ് p2 ഡോട്ട് y മൈനസ് p1 ഡോട്ട് y ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കും. അത് നമ്മൾ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന സമ്മിന്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് വിൽ കാൽക്കുലേറ്റ് ദി സ്ക്വയർ റൂട്ട് ഓഫ്. സോ SQRT ഓഫ് POW p2 dot x minus p1 dot x comma 2 plus POW p2 dot y minus p1 dot y comma 2. So this will return the Euclidean distance between these 2
points P1 and P2 that is stored in the variable D1, and I am going to return D1. So D1 I am going to return here. That is the end of this definition. So ഇതാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് പോയിന്റ്സ് റീഡ് ചെയ്തു, എന്നിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ജസ്റ്റ് കോൾ ദിസ് ഫംഗ്ഷൻ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. ആ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. സോ ഐ എം ജസ്റ്റ് ഡിക്ലെയറിംഗ് ഇറ്റ് ആസ് ഫ്ലോട്ട് d2 or somewhat like this. So I can write as d2 is equal to Euclidean distance of P1, P2. ഈ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോളിൽ P1 ഉം P2 എന്താണ്? They are actual parameters. P1 and P2 are actual parameters. And the P1, P2 used in the function definition are formal parameters. So ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ D2-നകത്ത് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നു. ഇനി printf, I'm just writing /n Euclidean distance is equal to %f, d2. This is the solution for this problem. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചു. ആ സ്ട്രക്ചറിനകത്ത് രണ്ട് മെമ്പേഴ്സ് ആണ് ഉള്ളത്, എക്സ് കോർഡിനേറ്റ് വാല്യൂ ആൻഡ് വൈ കോർഡിനേറ്റ് വാല്യൂ. അങ്ങനെ P1 ഉം P2 ആർ വേരിയബിൾസ് ഓഫ് ടൈപ്പ് സ്ട്രക്ചർ പോയിന്റ്. ആ രണ്ട് വേരിയബിൾസിനകത്ത് നമ്മൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും റീഡ് ചെയ്തു. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനകത്ത് ഈ രണ്ട് പാരാമീറ്റേഴ്സ് സ്ട്രക്ചർ വേരിയബിൾസ് പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്തു. എന്നിട്ട് ആ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിൽ റിട്ടേൺ എ floating point data that according to the formula square root of x2 minus x1 the whole square plus y2 minus y1 the whole square. So this is the way in which this program works. So let us try to run this program and see how it works. So enter the x coordinate ചോദിക്കുന്നുണ്ട്. So I'm just enter the x coordinate. I am putting the value of x coordinate as 10 of the first point. Y coordinate of the first point is 20. Enter the coordinate value of the second point. Enter the x coordinate of the second point as 30. Enter the y coordinate of the second point as 40. So it calculates the Euclidean distance is equal to 28.284271, which is nothing but square root of 30 minus 10 the whole square plus 40 minus 20 the whole square. So square root of 400 plus 400, which is equal to square root of 800, which is approximately equal to 28.284271. So that is the correct answer for this. So this is a simple solution by using a structure. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇത് വെച്ച് പഠിച്ചത്. ഒരു സ്ട്രക്ചർ വേരിയബിൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു പോയിന്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാമെന്ന് പഠിച്ചു. ഈ സ്ട്രക്ചർ വേരിയബിളിനെ എങ്ങനെ ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാമെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും പഠിച്ചു. സോ ബൈ ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് വീഡിയോ സെഷൻ. താങ്ക് യു ഫോർ പേഷ്യൻ്റ്ലി വാച്ചിങ് ദിസ് സെഷൻ.